3 യൗവനക്കാർ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുവാൻ പോകുമ്പോൾ രാജകൽപ്പന തള്ളിക്കളഞ്ഞവരായി തീപ്പൊയ്കയിലേക്ക് അവരെ എടുത്തിടുവാൻ പോകുന്നതിന് മുമ്പ് രാജാവ് അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ആ പുതിയ സർമൺ സീരീസിലേക്ക് ഇന്ന് പകൽക്കാലം പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ഒരു ദൈവവും നാം കേട്ടു. ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് നമുക്ക് കടക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ, ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17:1, Genesis chapter 17 verse 1. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. മറ്റൊരാൾക്ക് ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം എടുക്കാം. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കും. നിർത്തിയാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. രൂത്തിന്റെ പുസ്തകം 1:20-21. എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിച്ചാട്ട്. 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. വിശുദ്ധ വേദ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് എൽ ശദായ്, ഓൾമൈറ്റി എന്ന 50-ലധികം തവണ ഉപയോഗിച്ചിട്ടുണ്ട്. എൽ ശദായ് എന്ന ആ ഹീബ്രു പദം ആവർത്തിച്ച് വിശുദ്ധ വേദ പുസ്തകത്തിൽ കാണുകയാണ്. നാം ഒന്നാമത് വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ ദൈവം അബ്രഹാമിന് സർവശക്തനായ ദൈവമായിട്ട് വെളിപ്പെടുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞു, നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആ ബാല്യകാല സ്ഥലമൊക്കെ വിട്ടിട്ട് തന്നൊരു പുതിയ ദേശത്തേക്ക് യാത്ര തിരിച്ചു. തൻ്റെ ആ ജീവിതയാത്രയിൽ താൻ ഈ സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി. ഇനി എന്തുവായി സർവശക്തനായ ദൈവം തന്നോട് പറഞ്ഞത്? തന്നോട് പറയുന്നു 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ അധികമായിട്ട് വർദ്ധിപ്പിക്കും. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് കനാൻ ദേശം തരും. 16-ാം വാക്യം പറയുകയാണ്, സാറായിലൂടെ ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും. ദൈവം യഥാർത്ഥത്തിൽ അസാധ്യങ്ങളായ ചില വിഷയങ്ങളെ ആയിരുന്നു അബ്രഹാമിന്റെ മുമ്പാകെ വെളിപ്പെടുത്തിയത്. അസാധ്യങ്ങളായ ചില വിഷയങ്ങളെ എപ്പോഴാണ് വെളിപ്പെടുത്തിയെന്നറിയാമോ? അബ്രഹാം ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ പിൻപറ്റുവാൻ തയ്യാറായി തിരിച്ചപ്പോൾ. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവത്തോട് അടുത്ത് നടക്കുമ്പോൾ അസാധ്യങ്ങളായ വിഷയങ്ങൾ ദൈവം ഒരു ലിസ്റ്റ് തരും. നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. ക്രിസ്തുദാസങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട ഒരു സാക്ഷ്യം ഇപ്പം നമ്മൾ കേട്ടതാണ്. അസാധ്യമെന്ന് തനിക്ക് തോന്നി, ജീവിതത്തിൽ നീ താൻ മുൻപോട്ട് പോകത്തില്ലെന്ന് തോന്നി, എങ്കിലും ദൈവ ശബ്ദം താൻ കേൾക്കുവാനിടയായ കാര്യം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ചോദിക്കുക, ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ജീവിതത്തിൽ പലതും
നമുക്ക് ഹാർഡായിട്ട് തോന്നിയെന്നിരിക്കും. ജീവിതത്തിൽ പലതും ബുദ്ധിമുട്ടേറിയതായിട്ട് നമുക്ക് തോന്നിയെന്നിരിക്കും. പലതും അസാധ്യങ്ങളായി തോന്നിയെന്നിരിക്കും. പക്ഷേ യെരമ്യ പ്രവാചകൻ ഉണ്ടായ ഒരു വെളിപ്പാടുണ്ട്. യെരമ്യാവ് 37:17 താൻ ഇങ്ങനെ പറയുകയാണ്, ഓ സോവറിൻ ലോർഡ്, യു ഹാവ് മെയ്ഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത് ബൈ യുവർ ഗ്രേറ്റ് പവർ, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ യു. നിനക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് യാതൊന്നുമില്ല. വെളിപ്പാട് കിട്ടിയ പ്രവാചകൻ അദ്ദേഹം നമ്മെ ഇന്ന് പകൽക്കാലം എൻകറേജ് ചെയ്യട്ടെ. ആ ദൈവിക വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, എല്ലാ കഠിനതകളുടെ മധ്യത്തിൽ, താണ്ടേണ്ടതായ ആ മലകളുടെ മധ്യത്തിൽ, കടക്കേണ്ടതായ ആ വെള്ളത്തിന്റെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ആ ദൈവിക വെളിപ്പാട് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനിടയാകട്ടെ. നാം സേവിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ഇമ്പോസിബിലിറ്റീസിന്റെ ലിസ്റ്റ് എന്റെയും നിന്റെയും മനസ്സിൽ കണ്ടെന്നിരിക്കും. ഇമ്പോസിബിലിറ്റീസിന്റെ വലിയൊരു ലിസ്റ്റ് നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റിനകത്ത് കണ്ടെന്നിരിക്കും. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, അസാധ്യങ്ങളൊന്നും ദൈവത്തിന്റെ മുമ്പാകെ ഇല്ല. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം എൽ ശദ്ദായ്, താൻ സർവശക്തനായ ദൈവമാ. He is an expert in accomplishing impossible things. He is an expert in accomplishing impossible things. രൂത്തിന്റെ കഥയിലേക്ക് നമുക്ക് വരാം. നവോമിയും തൻ്റെ ഭർത്താവും 2 മക്കളും ബേത്ലഹേമിലെ ക്ഷാമനിമിത്തം മോവാബിലേക്കൊന്ന് പോയി. 2 ആൺമക്കൾ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഓർപ്പയും രൂത്തും. കാലങ്ങൾ കടന്നുപോയി. എലീമേലെക്ക് മരിച്ചു. 2 ആൺമക്കൾ ഈ മാതാവിന് നഷ്ടമായി. 3 വിധവമാരുടെ ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ 3 വിധവമാരെ മാത്രം നാം ഇവിടെ കാണുകയാണ്. നവമി പറഞ്ഞു, മരുമക്കളെ നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ വീടുകളിൽ പൊക്കോ. ഓർപ്പ കരഞ്ഞു പിരിഞ്ഞു. രൂത്തോ ഈ അമ്മാവിയമ്മയോടൊപ്പം വന്നു. അവരങ്ങനെ അവരുടെ സ്വന്തം ദേശത്തേക്ക് അവർ വിട്ടിട്ട് പോയ ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ ആളുകൾ ചോദിക്കുക, നീ നവോമിയല്ലേ? നീ നവോമി തന്നെയല്ലേ? നിനക്ക് ഒത്തിരി മാറ്റം വന്നല്ലോ. അവിടെ താൻ ഇങ്ങനെ പറയുന്നു, സർവശക്തൻ വൈശാട്ടാ, സർവശക്തനോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അവരൊത്തിരി പ്ലാൻ ചെയ്തു പോയ ഒരു ഫാമിലിയാണ്. ബേത്ലഹേം ഇട്ടിട്ട് പോകുമ്പോൾ അവർക്ക് ഒത്തിരി പ്ലാനിങ്ങും ഒത്തിരി ഐഡിയാസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. വാസ്തവത്തിൽ ആ സംഭവങ്ങളിലൂടെയൊക്കെ ദൈവം അവരെ മടക്കി വരുത്താൻ, തൻ്റെ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആകർഷിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഠിനതകൾ വരുമ്പോൾ നാളുകളായി ശ്രമിച്ചിട്ടും പലതും സംഭവിക്കാതിരിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിസന്ധി വരുമ്പോൾ തിരിച്ചറിയണമേ, ദൈവം നമ്മുടെ ആ ശ്രദ്ധയൊന്ന് ആകർഷിക്കുകയാ. ദൈവത്തിൻ്റെ പ്ലാനിലേക്കൊന്ന് വരുവാൻ, നമ്മുടെ ശ്രദ്ധയെ താനൊന്ന് ആകർഷിക്കുകയാ. ഇവിടെ ഇതാ അവരുടെ കഥ നാം മനസ്സിലാക്കിയാൽ, നവോമി തിരിച്ചറിഞ്ഞു, ദൈവത്തിങ്കിലേക്ക് ഞാൻ മടങ്ങണം. നവോമി തിരിച്ചറിഞ്ഞു, എൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് ഞാൻ മടങ്ങി പോകണം. താനും രൂത്തും ആ വാഗ്ദത്ത ദേശത്തിലേക്ക് വരുമ്പോൾ അവരെ കുറിച്ച് ദൈവം വലിയൊരു പദ്ധതി, ഒരു ഫാബുലസ് പ്ലാൻ അവരെ കുറിച്ച് ദൈവം എഴുതി വെക്കുവാനായി. ഞാൻ ചിന്തിക്കുമായിരുന്നു, അവർ ആ മോവാബ് ദേശത്തായിരുന്നുവെങ്കിൽ അവരുടെ പേര് പോലും ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുകയില്ലായിരുന്നു. എന്നാൽ അവർ മടങ്ങി വന്നപ്പോൾ ദാവീദിന്റെ ഒരു വല്യമ്മച്ചിയായി തീരുവാൻ, മശിഹായുടെ ആ വംശ വലിയിൽ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം ആ കുടുംബത്തിനും മുഖാന്തരമായി ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവം നമ്മെ ആകർഷിക്കുന്ന ആകർഷണങ്ങൾ മനസ്സിലാക്കി, ദൈവം നമ്മെ തിരിച്ചുവിടുന്ന ആ വഴികൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ആ ദൈവത്തിന്റെ പദ്ധതി, ആ ശ്രേഷ്ഠകരമായ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. He is powerful to control your circumstances. നമ്മുടെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലായിരിക്കാം.
നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നാം പരാതിപ്പെടുന്നവരായിരിക്കാം. നമ്മുടെ സാഹചര്യം എങ്ങനെയൊന്നും മാറുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ആ പ്ലാനിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ചുവടുകൾ നാം ഒന്ന് എടുത്തു വയ്ക്കുന്നുവെങ്കിൽ മറക്കരുത്, ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കും. ദൈവം കാറ്റിനെ അനുകൂലമായി വീശുവാൻ അനുവദിക്കും. ഇന്ന് പകൽ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുവോ? ദൈവത്തിൻ്റെ ആ സർവശക്തനായ ആ ദൈവത്തിൻ്റെ ആ അട്രാക്ട് ചെയ്യുന്ന, ആകർഷിക്കുന്ന ആ സ്വരമൊന്ന് കേൾക്കുമോ? ആ മുട്ടൊന്ന് തിരിച്ചറിയുമോ? മൂന്നാമത്തെ സംഭവം യോബ്. യോബിനെ നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഹി വാസ് റൈച്ചസ്. ഒരു നീതിമാനായ ദൈവമാണ്, ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് പറയുന്നത് നീതിമാനായ മനുഷ്യൻ, ദോഷം അകലുന്നവൻ, ദൈവഭക്തൻ. ഹി വാസ് റിച്ച്. 2-3 വാക്യങ്ങൾ പറയുകയാണ്. ഊസ് ദേശത്തുള്ള ഈ മനുഷ്യൻ 7 മക്കൾ, 7 ആൺമക്കൾ, 3 പെൺമക്കൾ, ആടുമാടുകൾ, ഒട്ടകം, അതുപോലെ കഴുതകൾ, എല്ലാ മൃഗജാതികൾ തങ്ങൾക്കുണ്ടായിരുന്നു. ഹി വാസ് റിലീജിയസ്. 4-ാം വാക്യം പറയുകയാണ്, വളരെ ദൈവത്തിൻ്റെ ഭക്തിയോടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഹി വാസ് റൈച്ചസ്, ഹി വാസ് റിലീജിയസ്, ഹി വാസ് റിച്ച്. ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ he was a successful man, and God's standard he was a spiritual man. പക്ഷേ കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൽ അടിച്ചു. കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തൻ്റെ ജീവിതത്തെ, കുടുംബത്തെ അലട്ടുവാനിടയായി. തനിക്കുണ്ടായിരുന്നതൊക്കെ ഒന്നിനൊന്ന് പുറകെ താൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈവൻ തൻ്റെ 10 മക്കളും മരണപ്പെടുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ആവർത്തിച്ച് താൻ സംസാരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു പദമാണ് സർവശക്തൻ, സർവശക്തൻ, സർവശക്തൻ. ഞാൻ സേവിക്കുന്ന ഒരു എൽ ശദ്ദായി. താൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അനേക ചോദ്യങ്ങൾ തന്നെ മനസ്സിനകത്ത് വരുമ്പോൾ യോബിന്റെ പുസ്തകം 38-39 അധ്യായങ്ങളിൽ ദൈവം തൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു നിരത്തുകയാ. നിനക്കത് അറിയാമോ? നിനക്കത് മനസ്സിലാക്കാൻ കഴിയുമോ? നിനക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഒരുപാട് ചോദ്യങ്ങൾ യോബിന്റെ മുമ്പിൽ ദൈവം വയ്ക്കുകയാ. താൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, യോബേ നീ മനസ്സിലാക്കണം, ഞാൻ സർവശക്തനായ ദൈവമാണ്. യോബേ നീ മനസ്സിലാക്കണം, നിനക്ക് കഴിയാത്തൊക്കെ എനിക്ക് കഴിയും. യോബേ നീ മനസ്സിലാക്കണം, നിന്റെ കഷ്ടതയെക്കുറിച്ചുള്ള ആ ഭാരം നീ മാറ്റി, നീ എന്നെ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങാം. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടിയെന്നിരിക്കത്തില്ല. നാം പല ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നാം പല ചോദ്യങ്ങളും ദിവസം നിരത്താറുള്ളവരാ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? യോബും ഒരുപാട് ചോദ്യങ്ങൾ നിരത്തിയവനാ. പക്ഷേ അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കിട്ടിയില്ല. അവന് കിട്ടിയത്, ഞാൻ സർവശക്തനായ ദൈവമാ, ഞാനൊരു സോവറിൻ റൂളറാ, എൻ്റെ ഹിതപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്, എൻ്റെ ആലോചന വലുതാ. ഇന്ന് പകൽക്കാലം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം മറക്കരുത്, നമ്മുടെ മേൽ നിയന്ത്രണമുള്ള, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഓരോ ഗതിയും തിരിച്ചു വിടുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എൽ ശദ്ദായ്, സർവശക്തനായ ഒരു ദൈവം. എൽ ശദ്ദായ് എന്ന പദം തന്നെ വൺ മൈറ്റി ടു നറിഷ് ആൻഡ് സാറ്റിസ്ഫൈ, നിന്നെ സംതൃപ്തിപ്പെടുത്തുവാനും നിന്നെ പരിപോഷിപ്പിക്കുവാനും കഴിവുള്ള ഒരു ദൈവം. ഈ 3 വ്യക്തികളെ നിങ്ങൾ നോക്കിയേ. അബ്രഹാം, he was going through a hard time. അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാം, താൻ എൽ ശദ്ദായ് എന്ന ഈ ദൈവത്തെ കാണുമ്പോൾ ഹി വാസ് ബേർഡൻഡ്. എങ്ങനെ ഭാവിയായിത്തീരുന്നുള്ള ബേർഡൻഡ് ആയിരുന്നു. നവോമിയെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും, ഈ എൽ ശദ്ദായിയെ കുറിച്ച് താൻ അറിയുമ്പോൾ ഹി വാസ് ഇൻ uttermost bitterness, കൈപ്പേറിയ അനുഭവത്തിലൂടെ താൻ കടന്നു പോവുകയായിരുന്നു. When Job met this El Shaddai, he was going through a brokenness, burdens, bitterness, brokenness. നോവൽക്കാലമെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൻ്റെ അവസാന പടി എന്ന പോലെ, ആ കയറിൻ്റെ അവസാന അറ്റത്തെത്തുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നാം കടന്നു പോകുമ്പോൾ, ആ ഭാരമേറിയിട്ട്, ആ നിരാശയേറിയിട്ട്
ഭയമേറിയിട്ട്, വ്യാകുലത ഏറിയിട്ട് അസ്വസ്ഥരാകുമ്പോൾ, ആ കൈപ്പേറിയ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ഭാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ, ആ എൽ ശദായ് എന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാനിടയാകട്ടെ. ഹി ഈസ് ഏബിൾ. നാം സാധാരണ പാടുന്ന ഒരു പാട്ടാണ്, God is able, he will never fail, he is almighty God, he has done great things. നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ഒരു ദൈവം. അവൻ പരാജയപ്പെടത്തില്ല, അവൻ ഒരിക്കലും വീണു പോകുന്നവനല്ല, അവൻ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മെ ഭരിക്കട്ടെ. ആ അറിവ് ഭരിച്ച ഭക്തന്മാരുടെ പ്രതികരണം കൂടെ നോക്കണം. അവരെങ്ങനെ പ്രതികരിച്ചു? അബ്രഹാമിനെ നോക്കുക, ആ ദൈവത്തിൻ്റെ മുമ്പിൽ വീണു നമസ്കരിച്ചു. എൽ ശദായിയെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച അബ്രഹാം ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് വീഴുകയാ, ദൈവത്തിന്റെ മുമ്പാകെ തന്നെ ഒന്ന് താഴ്ത്തുകയാ, ദൈവത്തിന്റെ മുമ്പാകെ താൻ വണങ്ങി നമസ്കരിക്കുകയാ. യെഹെസ്കേൽ പ്രവാചകനും ഈ ദൈവത്തെക്കുറിച്ച് താൻ ഒരു അറിവ് ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ വണങ്ങി നമസ്കരിക്കുന്ന ഒരു കാര്യം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു വശത്ത് നമ്മെ അലട്ടുമ്പോൾ, എൽ ശദായ് എന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് നമ്മൾ ലഭിക്കുമ്പോൾ എല്ലാം മറന്ന്, സ്ഥലം മറന്ന് ആരാധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മുടെ ആരാധനയെ നിയന്ത്രിക്കുന്നത്. സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഈ എൽ ശദായ് എന്ന ദൈവത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാട് നമുക്ക് ലഭിക്കട്ടെ. നവോമി തനിക്ക് ഈ എൽ ശദായ് എന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ ആ ദൈവം നയിച്ച, ആ നടത്തുന്ന ആ പാതയൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാനിടയായി. ഇന്ന് മകനെ കേൾക്കുന്ന യുവതലേ, ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നുവെങ്കിൽ ഒരു കാര്യം മറക്കരുത്. ലോകം എത്ര നമ്മളെ അട്രാക്ട് ചെയ്താലും, ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര നമ്മളെ ദൈവത്തിങ്കിൽ വലിച്ചു മാറ്റിയെന്ന് പറഞ്ഞാലും, ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാൻ ഞാനും നിങ്ങളും തയ്യാറാകും. എലിസബത്ത് എലിയോട്ട് എന്ന ഒരു സ്ത്രീ തൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ താൻ എഴുതിയൊരു പുസ്തകം, ഇൻ ദ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇന്ന് മകൻ എന്നെ കേൾക്കുന്ന ദൈവ വൈതലേ, ഭാരങ്ങൾ അത്ര വലുതായിരുന്നാലും, പ്രയാസങ്ങൾ അത്ര വലുതായിരുന്നാലും, എൽ ശദായ് എന്ന സർവശക്തനായ ദൈവത്തെ നാം കാണുന്നുവെങ്കിൽ അവൻ്റെ ചിറകിൻ മറവിൽ, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറവിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുന്ന ആ സർവശക്തൻ നിഴലിലേക്ക് നാം ഓടിക്കയറും. അവിടെ നാം സുരക്ഷിതരായിരിക്കും. പകൽക്കാലം നമ്മുടെ പ്രതികരണം എങ്ങനെ? അവങ്കിലേക്ക് ഓടുവാൻ നമുക്ക് കഴിയുമോ? യോബ് തന്റെ പ്രതികരണം എങ്ങനായിരുന്നു? He trusted in God. El Shaddai as his rewarder. തനിക്ക് പ്രതിഫലം തരുന്ന ദൈവം തന്നെ കഠിനതകളിലൂടെ കടത്തിവിട്ടാലും പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ താൻ അടിയുറച്ച് ആശ്വസിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്ന ദൈവം ഒരു സർവശക്തനായ ദൈവമാ. നാം സേവിക്കുന്ന ദൈവം ഒരു ഉന്നതനായ ദൈവമാ. അസാധ്യങ്ങൾ അവന്റെ മുമ്പാകെയില്ല, അസാധ്യങ്ങൾ അവന്റെ മുമ്പാകെയില്ല. ദൈവശക്തി എന്ന് പറയുന്നത് അതിന്റെ മുമ്പിൽ അസാധ്യങ്ങളില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഒന്നുകൂടി ആരാധിക്കുവാൻ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ തിരിയുവാൻ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തിങ്കിൽ ഒന്നുകൂടെ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന്റെ അസലിൽ നമ്മളെ ഒന്ന് താഴ്ത്തും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.